ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതേപോലെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ടീ കേക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് തന്നെയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം ഫ്ലോറൊക്കെ അരിച്ചെടുക്കാം. ഇവിടെ ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതേപോലെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു പ്രാവശ്യം ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 2-3 പ്രാവശ്യം അരിച്ചെടുക്കാം, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം അരിച്ചെടുത്തിട്ട് ഇതേപോലെ നന്നായിട്ട് സ്പൂണോ വിസ്കോ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. ഇനി ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും പിന്നെ ഒരു 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും ആണ് ചേർത്ത് കൊടുക്കുന്നത്. പ്യുവർ എസൻസ് ഇതിൽ മസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവറാണ് ഇതിന് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ പൈനാപ്പിൾ എസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ മുഴുവൻ പഞ്ചസാരയും ചേർത്ത ശേഷം മുട്ട നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇതേപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു 1/4 കപ്പ് ഓയിലും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തതും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടി 1/3 കപ്പ് അളവിലാണുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം ഓയിൽ ചേർത്തിട്ട് 1/3 കപ്പ് അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ 1/3 കപ്പ് അളവിൽ ബട്ടർ മെൽറ്റ് ചെയ്തതായാലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് ബീറ്റർ ഓഫ് ചെയ്യാം. അതിനുശേഷം നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള ഫ്ലോർ ഇതിലേക്ക് കുറച്ചായി ചേർത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനിടയിൽ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ബാറ്റർ 8x6 വരുന്ന ഒരു റെക്റ്റാങ്കിൾ ടിന്നിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ താഴെയും സൈഡിലൊക്കെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ടാപ്പ് ചെയ്ത ശേഷം 180 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ചൂടോടെ കൂടെ തന്നെ ആ ടിന്നിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയിട്ട് കേക്ക് നന്നായിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ കേക്ക് ഇവിടെ നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കേക്ക് തന്നെ നിങ്ങൾക്ക് ഐസിങ് ചെയ്തിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഇത് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഗിവ് അവേയുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പറയാം. ഈ ഒരു വീഡിയോയുടെ ഇടയിൽ ഒരു കോഡ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു കോഡിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 1 മുതൽ 9 വരെയുള്ള നമ്പേഴ്സിൽ ഏതെങ്കിലും ഒരു നമ്പർ ആഡ് ചെയ്യുക. എന്നിട്ട് ആ കിട്ടുന്ന നമ്പറാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ കോഡ് കൊടുത്തിരിക്കുന്നത് 1200ഉം അതേപോലെ നിങ്ങൾ ആഡ് ചെയ്യുന്ന നമ്പർ 8 ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ 1208 എന്നാണ് കമൻറ്റ് ചെയ്യേണ്ടത്. അതിന് കൂടെ ഗിഫ്റ്റിൻ്റെ നെയിമും കൂടി കൊടുക്കാൻ വേണ്ടി മറന്നു പോകരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.